ഹലോ ഡിയേഴ്സ്, ഇന്ന് നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. പക്ഷെ നമുക്കിവിടെ ചക്കയപ്പം ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ വാഴയിലൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇലയൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ ചക്ക വെച്ചിട്ട് വട്ടയപ്പം നമുക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിനായിട്ട് ഞാനിത് ചക്ക നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഏലക്കായുടെ ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഏലക്കായ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചക്കയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ വെള്ളം എന്താണ് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്തത് നമ്മുടെ ചക്ക അരച്ചെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മധുരത്തിന് അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഒരുപാട് ലൂസൊന്നും ആക്കണ്ട. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മഴ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ചക്കക്ക് കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരുന്ന വെള്ളം മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിയാക്കണ്ട. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ സാധാരണ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ അരിപ്പൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടി കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ തടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് തടി കൊടുത്തിട്ട് ഞാനിതാ ഈ ബാറ്ററിയൊക്കെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി വറുത്തിട്ടിടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആവിക്ക് വെച്ചിട്ട് സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്നില്ല അതേപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ കിടന്നതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ ചക്കയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്